ആദ്യം പ്രധാന വാർത്തകൾ. ഗുണ്ടകൾക്കെതിരെ പോലീസിന്റെ ഓപ്പറേഷൻ ആഗ്. സംസ്ഥാനത്ത് 2000-ലധികം പേർ അറസ്റ്റിൽ. പിടിയിലായവരിൽ സ്ഥിരം കുറ്റവാളികളും പിടികിട്ടാപ്പുള്ളികളും. സ്കൂൾ ഓഫ് അത്ലറ്റിക്സിന്റെ സ്ഥല വിഷയത്തിൽ PT ഉഷയ്ക്ക് കായിക മന്ത്രിയുടെ മറുപടി. അനധികൃത നിർമ്മാണം നടത്തുന്നുവെന്നത് പ്രാദേശിക വിഷയം മാത്രമെന്ന് വി അബ്ദുറഹ്മാൻ. ഡൽഹിയിൽ പോയി പറയേണ്ട കാര്യമില്ല. മേഴ്സിക്കുട്ടനുമായി തനിക്ക് അഭിപ്രായ വ്യത്യാസമില്ലെന്നും മന്ത്രി. കുഞ്ഞിനെ ദത്തെടുക്കാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ കേസിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്. മുൻപും വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അനിൽകുമാർ നിഷേധിച്ച സൂപ്രണ്ട് ഗണേഷ് മോഹൻ. വ്യാജമായി നിർമ്മിച്ചത് ഗുരുതര തെറ്റെന്ന് ആരോഗ്യമന്ത്രി. കുഞ്ഞിനെ ഏറ്റെടുക്കുമെന്ന് CWC. വധശ്രമക്കേസിൽ മുസ്ലിം ലീഗ് മുൻ MLA-യുടെ മകൻ അറസ്റ്റിൽ. പിടിയിലായത് മഞ്ചേരി മുൻ MLA ഇസ്ഹാഖ് കുരിക്കലുടെ മകൻ മൊയ്തീൻ കുരിക്കൽ. പ്രതിയെ പിടികൂടിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ്. കൂടത്തായി കേസിൽ നിർണായക നിരീക്ഷണം. 4 പേരുടെ മൃതദേഹാവശിഷ്ടത്തിൽ സയനൈഡ് കണ്ടെത്തിയില്ല. കേന്ദ്ര ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം കോടതിയിൽ സമർപ്പിച്ചു. നാട്ടിലിറങ്ങുന്ന കാട്ടാനകളെ വെടിവെച്ചിടുമെന്ന വിവാദ പരാമർശവുമായി ഇടുക്കി DCC പ്രസിഡന്റ്. തിരുനെറ്റിക്ക് വെടിവെക്കാൻ അറിയാവുന്ന സുഹൃത്തുക്കളുണ്ടെന്ന് CP മാത്യു. പ്രസ്താവന ഗുരുതരമെന്ന് വനം മന്ത്രി. ചൈനീസ് ചാരബലൂൺ വെടിവെച്ചിട്ട് അമേരിക്ക. സൗത്ത് കരോലിന തീരത്തിനടുത്ത് വെടിവെച്ച് വീഴ്ത്തിയത് യുദ്ധവിമാനങ്ങളിലെ മിസൈൽ ഉപയോഗിച്ച്. നടപടി പ്രസിഡന്റ് ജോ ബൈഡന്റെ അനുമതിക്ക് പിന്നാലെ. അമേരിക്കയുടേത് അന്താരാഷ്ട്ര മര്യാദയുടെ ലംഘനമെന്ന് ചൈന.